praise God for the blessed time that God has given us. Praise God for all blessed testimonies. And let us remember Sister Disha, she's got a surgery on November 9th. Let us stand and pray for that. And we don't have much time ahead of us. May God continue to strengthen us. Praise the Lord. സീമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന 70 മക്കൾക്കും അവണ്ണം തന്നെ യേശു സീമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു. God's blessed name. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. We read the book of Luke chapter 5 verse 10. കർത്താവ് ശിമോനോട് പറഞ്ഞ ഒരു ഭാഗമാണ് ഭയപ്പെടേണ്ട എന്നുള്ള ദേശത്ത്. And the reply that we see that Jesus gave to Simon, don't be afraid. വിശുദ്ധ തിരുവചനത്തിൽ ഏതാണ്ട് ദൈവത്തിൽ വായിച്ച അതേപോലെ 365 പ്രാവശ്യത്തിൽ കൂടുതൽ ഓരോ ദിവസവും ഭയപ്പെടേണ്ട എന്നുള്ള ദേശത്ത് നമുക്ക് വായിച്ച് ഭയപ്പെടാൻ കഴിയും. As we all know, when we read the word of God, there are 365 times it is said, do not fear, do not be afraid. ശിമോനോട് പറയാൻ ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിപ്പിക്കുന്നവനാകുന്നു. And Jesus says to Simon that don't be afraid, from now on you will be fishing for people. നമുക്ക് എത്രയോ അത്ഭുതകരമായ ഒരു പ്രവൃത്തിയാണ് മീൻ പിടിച്ച വ്യക്തിയെ നീ മനുഷ്യനെ പിടിക്കുന്നവരാക്കി നീ മാറ്റുകയാണ്. And it is such a blessed work that God is changing a fisherman into someone who will catch men. ഇന്ന് പരിചയമില്ലാത്ത ഒന്ന് പരിചയമില്ലാത്ത ഒന്നിലേക്ക് ദൈവം പത്രോസിനെ നടത്തുന്ന അനുഭവമാണ്. And in this here we can see that God, Jesus leading Peter into a different experience which he has never experienced before. തന്റെ ബിസിനസ് മീൻ പിടിക്കുന്നതാണ്. എന്നാൽ തന്നെ ദൈവം പരിചയമില്ലാത്ത ഒരു അനുഭവത്തിലേക്ക് ദൈവം വഴി നടത്തുന്ന ദൈവത്തിന്റെ എത്രയോ വലിയ ശക്തമായ ഇടപാടാണ്. We know that Peter is a fisherman by profession. However, it is such a blessed thing that God is changing him, is changing his direction, letting him to experience something new. ദൈവത്തിന് നമ്മൾ സമർപ്പിച്ച ദൈവത്തിന് നമ്മെക്കൊണ്ട് കഴിയാത്ത കാര്യങ്ങളൊക്കെ ദൈവത്തിന് നമ്മളിലൂടെ പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് ഈ വാക്യം നമ്മളെ മനസ്സിലാക്കി. So through this verse we understand that even when we surrender to God's presence, God shall do things, mighty things to us which we have never experienced or never done before. 5-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ മഹത്വം സ്തോത്രം, കർത്താവിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്തു പോകുന്ന ഒരു കൂട്ടത്തെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. And in chapter 5 we see there's a crowd, there's a group of people that is coming and that is approaching Jesus. ഇവിടെ നമുക്ക് സ്തോത്രം 3 വിധത്തിലുള്ളതായ ആവശ്യക്കാരെ നമുക്ക് ഈ അധ്യായത്തിന്റെ ആരംഭ വാക്യങ്ങളിൽ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. When we read the initial verses of this chapter, we can understand there are 3 types of people, or people who have come with 3 different needs. ഒന്നാമത് നമുക്ക് കാണുന്നത് 5:1 ദൈവവചനം കേൾക്കാൻ കേൾക്കുന്നത് തിക്കിക്കൊണ്ടിരിക്കുന്ന ആവശ്യക്കാരെ കാണാം. And in verse 1 we read, we see there's a group of people that is pressing on to Jesus to listen to the word of God. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ എപ്പോഴും ജനം വരുന്നത് നിങ്ങൾ വായിച്ചാൽ അറിയാം. അവന്റെ വായിൽ വരുന്ന തിരുവായ ഒഴികെ അവന്റെ വചനം കേൾക്കാനാണ് വരുന്നത്. And during our Lord's public ministry here on this earth, we know that people used to gather or assemble around him to listen from the beautiful words that he said. സമവീക്ഷണ സുവിശേഷങ്ങൾ എല്ലാം നമ്മൾ പരിശോധിച്ചാൽ അവിടെ എല്ലാം യേശുവിന്റെ അടുക്കൽ പുരുഷാരം വന്നത് വചനം കേൾക്കാനാണ്. And when we check the other gospels as well, we can understand that the crowd pressed on to Jesus to listen from the word of God. വചനം കേട്ടപ്പോൾ ഉണ്ടായ അനുഭവം അനുഗ്രഹങ്ങളുമാണ് ബാക്കിയെല്ലാം എഴുതിയിരിക്കുന്നത്. And that's what when we read the gospel we can understand the blessings and the deliverance they received by hearing from the word of God. അതാണ് കർത്താവ് പാരമ്പര്യങ്ങളിലെല്ലാം വചനത്തിന്റെ ശുശ്രൂഷയെക്കുറിച്ച് വചനത്തെക്കുറിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. And we read that all the parables that Jesus said, he has always mentioned about the word of God and the kingdom of God. And we have been born again by the word of God. And this word of God travels briskly and it delivers us.
എനിക്ക് പലരും ദൈവത്തെ വായിച്ച് ജയിച്ചോട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. And you know there are several things that is said about the word of God. ഈ ഒരു ഭാഗം പറയുന്നത് പാറയെ തകർക്കുന്ന ചുറ്റിയാണ് പറയുന്നതാണ്. And in one portion, the word of God is said that the word of God itself is a hammer that will break the rock into pieces. ഭയങ്കര കട്ടിയായ പാറകളെ അതിന്റെ ഉടച്ചുടച്ച് മനസ്സിലായത് പരുവാക്കി എടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ വചനവുമായി. And this word of God is can be compared to a hammer which will break into big pieces of rock, tough pieces of rock, and will grind and grind, continue to grind it into fine powder or into pieces. ഇരമ്യാ പറയുന്നത് പാറയെ തകർക്കുന്ന ചുറ്റിയാണ് ഇതിന്റെ വചനം. The book of Jeremiah is said that the word of God is a hammer that will break this rock into pieces. ഒരിക്കലും ഉടയാത്തതൊക്കെ അത് ഉടച്ച് അത് പരുവാക്കി എടുക്കുന്ന ഒരു ചുറ്റിയാണ് ഇതിന്റെ വചനം. And the things, the rock that are too tough to break by anything else, this word of God shall break it into pieces. അസാധ്യമായ കാര്യം ദൈവവചനത്താൽ ശക്തിയാൽ സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. Which means that whatever is impossible by you shall be made possible by the power of the word of God. ദൈവവചനം ഒരാളെ പാറയെ തകർത്തെടുക്കുന്നത് പോലെ ഏത് ഷേപ്പിൽ എടുക്കണോ ആ ഷേപ്പിലാക്കിയെടുക്കാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. And this word of God has the power to transform any person, any individual into a new person, just like our hammer would break a rock. തേനിലും മധുരമാണ് അദ്ദേഹത്തിന്റെ വചനം. You know, our kids sang a song which said that he's sweeter than honey. ദൈവവചനം വായിക്കുമ്പോൾ ഭക്ഷിക്കുമ്പോൾ ദൈവമക്കൾക്ക് തേനിൽ തേൻകട്ടേക്കാൾ മധുരമുള്ളതാണ്. When we read the word of God, when we meditate on it, we shall perceive it as to be sweeter than honey. ദൈവത്തിന്റെ വചനം കണ്ടെത്തി എനിക്ക് ആനന്ദമുള്ളതായ നമ്മൾ ദൈവവചനത്തിൽ വായിക്കും. The word of God, we read that I found the word that generated joy in my heart. ദൈവത്തിന്റെ വായിൽ വരുന്ന വചനം വെറുതെ പറയാതെ ഇഷ്ടമുള്ള കാര്യം നിവർത്തിച്ചിട്ട് ആ ദൂത് മടങ്ങി കിട്ടും. And whatever word comes out of our Lord's mouth shall not return in vain, but it shall fulfill for what it has been sent. ഏത് മുളയ്ക്കാത്തതും ഏതൊരു സ്വതന്ത്രം അല്ലെങ്കിൽ ദൈവവചനം വായിച്ചു കഴിഞ്ഞാൽ അത് പോയി മുളച്ച് അത് ഫലമായി അത് ശേഖരമായി മറുപടിയായിട്ട് വരും. Any deserted place shall be turned into a fertile land by the power of the word of God. അപ്പോൾ കർത്താവിന്റെ ശുശ്രൂഷയിൽ വചന ശുശ്രൂഷയിൽ വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു. So during that time, the preaching of the word of God had the utmost importance. ദൈവത്തിന്റെ വായിലുള്ള വചനം കേൾക്കാൻ ഇപ്പൊ വഞ്ചിന്റെ ഉള്ളിൽ നോക്കിയാൽ ആൾക്കാരെ തിക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ആവശ്യക്കാരെ കാണാൻ കഴിയും. And here we see one type of people who had one type of need, that is to listen to the word of God, and for that they pressed on to Jesus. അവർക്കൊരു രഹസ്യം മനസ്സിലായി. ഈ പോയവരെല്ലാം വിടുതൽ പ്രാപിച്ചത് വേറൊന്നിലുമല്ല, കർത്താവ് പറഞ്ഞ വചനം വന്നപ്പോഴാണ് വിടുതൽ കിട്ടിയത്. അതുകൊണ്ടാണ് ഈ വചനം കേൾക്കാൻ ഒരു താല്പര്യം. And these people who gathered to listen to the word of God, they understood this mystery that it is only by the power of the word of God that those other people have got the deliverance in their lives. അവരുടെ ഭൗതിക വിഷയങ്ങളെ, ശാരീരിക വിഷയങ്ങളെ, ആത്മമണ്ഡലം ഇതിനെല്ലാത്തിനും ഒരു വിടുതലായി തീർന്നത് കർത്താവിന്റെ വായിൽ വന്ന തിരുവായ്മയുടെ വചനങ്ങളാണ്. And whatever the problems they are facing, be it spiritual, be it physical, be it emotional, everything was solved by the power of the word of God. വചനം കേൾക്കാനായിട്ട് ഒരു കൂട്ടരിങ്ങനെ തിക്കി വരുന്ന ഒരു ആവശ്യക്കാരെ കാണുന്നുണ്ട്. And there is one category of people who are pressing on to Jesus to listen from the word of God. ദൈവമക്കൾക്ക് എത്ര പേർക്ക് ദൈവത്തിന്റെ വചനം കേട്ടെങ്കിൽ വിടുതൽ വേണം ആഗ്രഹത്തോടെ യേശുവിന്റെ അടുക്കൽ വന്ന കരങ്ങൾ ശ്രദ്ധിക്കാം. If you have that desire, I also want that deliverance by the power of the word of God. Just praise God. ദൈവത്തിന്റെ ആലോചന നമ്മൾ കേൾക്കുമ്പോഴാണ് എല്ലാ നിലയിലും നമുക്ക് അനുഗ്രഹമായിട്ട് മാറുന്നത്. And when we listen to the word of God, it is only then that turns out to be a blessing and deliverance in our lives. ഏത് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. And the word of God can transform any person, any individual. ഞാൻ കേരളത്തിലെ ഒരു അനുഭവം ഓർക്കുകയാണ്. Pastor, remember something that happened in Kerala. ഒരു മനുഷ്യൻ ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തെ ജയിലിൽ കിടന്ന അവസരത്തിൽ അദ്ദേഹം മാനസാന്തരപ്പെട്ട ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. And this is like an experience of a person who he was imprisoned, however he got transformed by reading the word of God. ജയിലിൽ കിടന്നപ്പോൾ അവിടെ ഇവർക്ക് ആഹാരം കൊടുക്കാനായിട്ട് പോകുന്ന അവസരത്തിൽ നാട്ടിലെ ആഹാരം പൊതിഞ്ഞ് പേപ്പർ കൊണ്ട് ജയിലിനകത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ദേശപ്പണ്ട് അവരുടെ അധികാരികളോട് ഓരോരുത്തർക്കായിട്ട് കൊടുക്കുകയാണ്. And these authorities, it was a time for the prisoners to have the food, and this authority was distributing food, and he was giving the paper, food in a paper, and he was putting on into their rooms, into their prisons. അപ്പോൾ ഒരാൾക്ക് കിട്ടിയത് നമ്മുടെ IDS ബൈബിൾ സൊസൈറ്റിയുടെ
in a sheet that was actually from the Gideon's Bible, and it was from the book of 1 John. അപ്പോൾ കടയിലെ ആ കടക്കാരൻ ഈ പുസ്തകം അദ്ദേഹം ഉപയോഗിച്ചത് അദ്ദേഹത്തിന്റെ ബിസിനസ്സിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചതാണ്. So this person who was distributing the food, he actually used that paper to distribute food to the prisoners. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല. അദ്ദേഹത്തിന് പൊറോട്ട പൊതിഞ്ഞു കൊടുത്തത് ഉണ്ണിയോഹന്നാന്റെ ലേഖനത്തിലാണ്. അദ്ദേഹത്തിന് പൊതിഞ്ഞു കൊടുത്തതാണ് അദ്ദേഹം പറഞ്ഞത്. So this person, he used that sheet from the Bible, or from the Gideon's publication, and he used that paper to cover the food and distribute to the prisoners. അദ്ദേഹം കഴിച്ചതിന് ശേഷം ആ ബൈബിൾ എടുത്ത് എന്താണ് വായിക്കാൻ തുടങ്ങി. And this particular prisoner, after he ate the food, he read that paper that was given, which was covered. അത് വായിച്ചു വന്നപ്പോൾ ഉണ്ണിയോഹന്നാൻ 1:7 വാക്യം വന്നപ്പോൾ ജയിലിനകത്ത് വചനം വായിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു അഭിഷേകം വ്യാപിച്ചു. And when he was reading that sheet, he read from 1 John chapter 1 verse 7. When he read that verse, an anointing came onto him. ജയിലിൽ കിടക്കുന്ന മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ ചെയ്ത സകല പാപങ്ങൾക്കും യേശുവിന്റെ ഒരു രക്തം മതി. And when he read that verse, that it is through the blood of the Son, Lord Jesus Christ, all your iniquities have been forgiven. When he read that verse, that transformed him. അദ്ദേഹം ജയിലിൽ കിടന്ന അഭിഭാഷകൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. And right in his prison, he started worshiping God in tongues. അടുത്ത ദിവസം മുതൽ സ്വഭാവത്തിലെല്ലാം മാറ്റം വന്നു. And the next day onwards, he was completely a new person. അദ്ദേഹത്തിന്റെ സമയം കുറച്ച് പഴമിറങ്ങി. And he was sent into a parole. അദ്ദേഹം ജയിലിൽ ഒരു നല്ല മനുഷ്യനായി മാറി. And he transformed into a good individual when he was in prison. ഇപ്പോൾ ഞാൻ അറിയുന്നത് അദ്ദേഹം കേരളത്തിലെ ജയിലുകളിൽ സുവിശേഷം അറിയിക്കുകയാണ്. And now this particular prisoner is now evangelizing the prisoners in the other jails. സുവിശേഷത്തിൽ ഇവിടെ രൂപാന്തരപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന കർത്താവ് ദൈവത്തെ സ്തുതിക്കാം. I believe that gospel can transform any individual. Just praise God. നമ്മുടെ ഉള്ളിൽ ആ സുവിശേഷം കത്തിയതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇന്ന് ഈ നിലയിലായിരിക്കാൻ ദൈവം ഭാഗ്യം തന്നത്. It's because our fathers were able to comprehend from this word of God. That is why we are sitting here. ഞാൻ പറയുകയാണ് ദൈവത്തിന്റെ വചനം ഗ്രീക്സ് ബൈബിൾ സൊസൈറ്റിയുടെ വാർത്താവ് കൽക്കട്ടയിൽ പ്രസ്താവിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുകയായിരുന്നു. And the speaker, the spokesperson of Gideon's Bible Society, when he said, he proclaimed a statement. And it is very common for people to evangelize by giving tracts. ബംഗാൾ ഉൾക്കടലിന്റെ തീരത്ത് ഇങ്ങനെ ഫെസിലിറ്റിയോടുകൂടി പ്ലാസ്റ്റിക്കില് ദൈവത്തിന്റെ വചനം ട്രാക്ട് എഴുതിയിട്ട് കടലിനകത്ത് അവരെ എഴുതാൻ തുടങ്ങി. And they decided to do something new, they invented something new. They started writing the gospel onto plastic or onto something, and they started floating this onto the river so that the people മത്സ്യത്തിനായിട്ട് കുടിക്കാൻ പോകുന്നവരോ ഷിപ്പിലോ എവിടെയെങ്കിലും തകർന്നു പോകുന്നവര് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെങ്കിൽ ഈ വചനം കണ്ട് രക്ഷിക്കപ്പെട്ട് നിത്യതയിൽ പോകട്ടെ എന്ന് പറഞ്ഞാണ് അവർ desire that the people who work on seas, who have their profession when they are on the seas, they would look at that sheet of paper and they would read and be transformed. ദൈവത്തിന്റെ വചനമാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. ഇന്ന് പകൽക്കാലം വചനത്തിന്റെ ശക്തിക്കാണ് ദൈവത്തെ സ്തോത്രം ചെയ്യുക. Praise God for the power of the word of God, because it's only by that power that we are transformed. മനുഷ്യനെ തികഞ്ഞവനാക്കി പരിമമാക്കി കൊള്ളാവുന്ന വ്യക്തിയാക്കി മാറ്റുന്ന ദൈവവചനം നമുക്ക് തന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ ദൈവത്തെ സ്തുതിക്കാം. Praise God for this word of God that God has given us, that has the power to transform any individual. നമ്മുടെ കൂടി പ്രാർത്ഥനയ്ക്ക് നാം ദൈവത്തെ രൂപാന്തരപ്പെടുത്താൻ ഒരു വചനം മതി. And for God to transform us, only one verse from the Bible is ഇവിടെ enough. ജനം ആവശ്യക്കാർ, ഒന്നാമത്തെ ആവശ്യക്കാര് വചനം കേൾക്കാൻ വരുന്ന ആവശ്യക്കാരാണ്. The first category of people, they had this need to listen from the word of God. അപ്പോൾ യേശുവിന്റെ ശുശ്രൂഷയുടെ പ്രധാന ഭാഗം വചന ശുശ്രൂഷയായിരുന്നു. So out of everything, Jesus the important ministry, part of the ministry that Jesus did was to proclaim the word of God. സുവിശേഷം നോക്കുക, കർത്താവ് ആ മലഞ്ചെരിവുകളെ കിട്ടുന്നതെല്ലാം ആ സുവിശേഷത്തിനായി ഉപയോഗിച്ചു. And we know that Jesus utilized everything, every possible resource to gospel or to spread the word of God. രണ്ടാമത്തെ ആവശ്യക്കാരെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ ആവശ്യക്കാരൻ വചനം കേൾക്കാൻ വരുന്നവരാണ്. And the first category of people, they had this desire or need to listen to the word of God. രണ്ടാമത്തെ ആവശ്യക്കാരൻ യേശുവാണ്. And the second category of person is Jesus himself. ഒരു പ്ലാറ്റ്ഫോം തപ്പുവാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം നിൽക്കാൻ വേണ്ടി നോക്കുക, തപ്പിക്കൊണ്ട്
but he found Simon's boat. യേശുവിന്റെ ആവശ്യം എന്ന് പറയുന്നത് ആ സുവിശേഷം പറയാൻ ഒരു പ്ലാറ്റ്ഫോം കിട്ടുമെന്നാണ് And it was Jesus' desire or need to find a platform or a surface to stand on and spread the word. തന്റെ pulpit എന്ന് പറയുന്നത് ആ ഒരു ബോട്ടാണ് നമുക്ക് ലഭിച്ചത്. His pulpit or his stage is Simon's boat. അവിടെ പറഞ്ഞ കടം വാങ്ങിയ ബോട്ടിലാണ് താൻ കയറിയത്. And then we read that he borrowed it from Simon. ശിവനോട് പറയാണ് നിന്റെ ബോട്ടിൽ ഞാൻ കയറിക്കോട്ടെ. And he's requesting, he's asking permission that can I step onto your boat? രണ്ടാമത്തെ ആവശ്യക്കാരൻ യേശുവാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഒരു സ്തോത്രം ഒരു സ്ഥലം നോക്കുക. The second person who is in need is Jesus himself. He's looking for a platform or a place to stand. നമ്മുടെ ഹൃദയത്തിൽ നല്ല ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം നമുക്ക് സ്ഥലം ഒരുക്കി തരുമെന്ന് വിശ്വസിക്കുന്നവർക്ക് We have that good desire in our heart. God shall make ways for us. സുവിശേഷം അറിയിക്കാൻ ഒരു പ്ലേസ് ഇല്ലെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തരിക. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. And even if we don't have any avenues to evangelize or spread the word, if we have that desire in our heart, God shall open ways for us. ഇങ്ങനെ ഇവിടെ ഒരു സമുദായം ഇല്ലാതിരുന്നപ്പോഴാണ് ദൈവം ഇവിടെ ഒരു അനുഭവം നമുക്ക് ഒരുക്കി തന്നത്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. Praise God that when we had no hope, God opened this church doors for us. വർഷങ്ങൾക്ക് മുമ്പ് ഇരിക്കുന്ന ഒരു മുഖത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല. And 7 years back, people didn't have known each other. ഒരു ഫേസ് ഞങ്ങൾ കണ്ടിട്ടില്ല. We completely strangers to each other. എന്നാൽ കർത്താവ് കണ്ടതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. Praise God that God saw us. ദൈവത്തിന്റെ ലോക സ്ഥാപനത്തിനുള്ള ദൈവത്തിന്റെ കണ്ണ് എത്ര ശ്രേഷ്ഠമാണ്. Before the foundation of the earth were laid, our God kept his eye on us. നമുക്ക് മനസ്സിലായി ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്ത് ദൈവം ഒരുക്കി തരുമെന്ന് വിശ്വസിക്കുന്നവർ ഒരുക്കാൻ ദൈവം ശക്തനാണ്. ഒരു ആവശ്യക്കാരനായിട്ട് പഠിക്കുക. Here our Jesus is the need himself. എനിക്കൊരു മാറ്റവും കിട്ടണം. He's looking for a surface. നല്ല ആഗ്രഹങ്ങളെ മാനിക്കുകയും ഉറപ്പുള്ളവരാണ് ദൈവത്തെ ശ്രദ്ധിച്ചാൽ We have that faith that God shall honor all എനിക്ക് the desires we have. സുവിശേഷം പറയാം. എനിക്ക് നിൽക്കാൻ ഹല്ലേലൂയ എനിക്കൊരു അനുഭവം ഒരുക്കണമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ നിശ്ചയമായി ദൈവം ചെയ്തു തരുന്ന ദൈവമാണ്. Lord, I have a desire to work for you, to strive for you, and God shall open new avenues and ways for you to do that. ആമേൻ. ദൈവമേ ഞാൻ നിന്നെ സ്റ്റെപ്പ് എടുത്താൽ ദൈവം പ്രവർത്തിക്കുമെന്ന് ഉറപ്പുള്ളവരെന്ന് ദൈവത്തെ ശ്രദ്ധിച്ചാൽ If you have that faith that you take the first step, നമ്മൾ സ്റ്റെപ്പ് എടുത്താൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. if you take the first step, God will be with you. ആമേൻ. അല്ലെങ്കിൽ ഇവിടെ കർത്താവ് ശിമോന്റെ ബോട്ടിൽ കയറുകയാണ്. And here Jesus himself is stepping onto Simon's boat. ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ആവശ്യക്കാരൻ യേശുവാണ്. And here we know the second person who's in need is Jesus himself. മൂന്നാമത്തെ ആവശ്യക്കാരൻ എന്ന് പറയുന്നത് പത്രോസാണ്. And the third person who's in need is Peter. പുള്ളിക്ക് രണ്ടുമല്ല പുള്ളിയുടെ ആവശ്യം. And Peter has some other need. നല്ല നിലയിൽ വീട്ടിൽ രാവിലെ അവരുടെ ബിസിനസ്സിനായി പോയി വൈകിട്ട് ഒഴിഞ്ഞു പോകരുത്. എന്തിയോടെ പോകരുത്. കുടുംബത്തിൽ ചെല്ലുമ്പോൾ ആ കുടുംബത്തിന് സന്തോഷമായിരിക്കത്തക്കവണ്ണം തന്റെ ബിസിനസ് നന്നായിരിക്കണം. അതുകൊണ്ട് തന്റെ ബിസിനസ്സും വലിയ കാര്യങ്ങളൊക്കെ ആ ഒരു മൈൻഡിലാണ് പുള്ളി പോകുന്നത്. And Peter had a different need. He had a different desire that he came to catch fish, or when he goes back home in the evening, his boat shouldn't be empty. He should have a good catch. ഇവിടെ നമ്മൾ മൂന്ന് ആവശ്യക്കാരെ ഞാൻ ചുരുങ്ങിയ സമയത്ത് നോക്കി. And here we have three types of people with different needs. ഒന്ന് വചനം കേൾക്കാൻ വന്ന ആവശ്യക്കാരൻ. And firstly, the people who pressed on to Jesus to listen from the word. രണ്ട് ഒരു പ്ലാറ്റ്ഫോം തപ്പുന്ന യേശു ആവശ്യക്കാരൻ. And Jesus himself was looking for a surface. മൂന്നാമത്തെ ജീവിതഭാരം വേണ്ടി ഭൗതിക വിഷയത്തിൽ നാം ആവശ്യവുമായി കടലിലേക്ക് പോകുന്നതായ ശിവനേക്കാൾ. And thirdly, Simon himself who was going on to the sea for his livelihood. എന്നാൽ സ്വന്തന്റെ ആവശ്യം നമുക്ക് ദൈവം പ്രവർത്തിച്ചു. And God worked according to the desire of their hearts. And whoever came to Jesus, he did not send them empty-handed. എന്നും പോയതുപോലെ ശിവൻ അങ്ങ് പോകുന്നത്. And Simon on that day when he went back home, his boat was എല്ലാ full. ദിവസവും പോയതുപോലെ യേശുവിനെ കണ്ടുമുട്ടിയതുകൊണ്ട് തന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. And when Simon met Jesus, his life completely changed. ഈ സഭായത്തിൽ കടന്നു ദൈവങ്ങളെ യേശുവിനെ കണ്ടതുകൊണ്ട് പറഞ്ഞ സാക്ഷ്യം കേട്ടല്ലോ. യേശുവിനെ കണ്ടതുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ റൂട്ട് മാറ്റിയ ദൈവത്തിന്റെ നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Praise God, because it was only because we met him, he met us, and that is why we are here. എല്ലാ ദിവസവും വീട്ടിൽ പോയവരല്ല ഒഴിഞ്ഞതുപോലെ നിറഞ്ഞ അനുഭവത്തിലാണ് പോകുന്നത്. Now Peter is going back home as a different person. His boat is now full. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. മാത്രമല്ല അവന്റെ ആ ഹൃദയത്തിലെ
that God worked according to the desire of his heart. ആ ലളിതമായ സേവനത്തിന് വേണ്ടിയുള്ള യേശുവിന്റെ ആഹ്വാനം താൻ ഏറ്റെടുക്കുവാനിടയായി. And we know that he accepted Jesus' request. യേശു പലപ്പോഴും നമ്മളോട് സേവനം ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ അത് ഏറ്റെടുക്കുന്ന ദൈവങ്ങൾ എത്ര പേര് നോക്കുന്നുണ്ട്? There are how many of you who are ready also to accept that request from Jesus? ആ സിമ്പിൾ സർവീസ്, ലളിതമായ സേവനത്തിന് വേണ്ടിയുള്ള യേശുവിന്റെ ആഹ്വാനം. And Jesus proclaiming, he's announcing, he's calling out for people to do that. ദൈവത്തിന്റെ ആഹ്വാനം ഏറ്റെടുത്തതുകൊണ്ടാണ് ഈ കൃപയിൽ വരാൻ ദൈവം ഇഷ്ടം. Because we came according to his calling or to the calling that God has given us, that is why we are here. രണ്ടാമത് അവൻ സ്തോത്രം ആ കർത്താവിന്റെ കോളിനെ അനുസരിപ്പാനിടയായി. And secondly, he obeyed to what God called him for. ആ താൻ ദൈവത്തിന്റെ വാക്കിനെ ഞാൻ അനുസരിക്കാൻ പറഞ്ഞു. And he said that I shall obey your word. ഈ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ പാടാറുണ്ട്, കർത്താവേ നിന്റെ ഒരു വാക്ക് മതിയെന്ന് പാടുന്നത്. And many times we sing the song, we say that ഒറ്റ God വാക്ക്, is enough. നമ്മുടെ വലിയ ഭാരതീയ വിഷയങ്ങൾക്ക് യേശുവിന്റെ ഒറ്റ വാക്ക് മതി നമ്മുടെ വിഷയത്തിൽ എടുക്കുന്നത്. No matter how heavy-hearted you are, only one word from him is enough. അവൻ യേശുവിന്റെ വാക്കിന് വലയിറക്കി. And we know that he obeyed to God's voice and he set his prayer out. പ്രതീക്ഷിക്കാത്ത ഒരു പെരുത്തമേൽ കൂട്ടം. And he got a good catch. യേശുവിന്റെ വാക്കിന് വേണ്ടി ശ്രദ്ധിച്ചിരിക്കുന്ന ദൈവങ്ങൾക്ക് അതിന്റെ ഒരു പ്രവൃത്തി കാണാനിടയായി. You will listen, pay attention to God's word, to his voice. ഈ മാസവാസങ്ങളുടെ പുതിയ മാസത്തിൽ യേശുവിന്റെ വാക്കിൽ ചിലത് കുടുങ്ങാൻ പോവുകയാണ്. I believe that in the coming months, some good things are going to happen in my life. ഈ അടുത്ത മാസത്തിൽ യേശുവിന്റെ വാക്കിൽ ചില മത്സ്യങ്ങൾ കുടുങ്ങി വരുന്ന ഉറപ്പുള്ള വിശ്വാസത്തോടെ ചുണ്ടുകൾ അനക്കി ദൈവത്തെ സ്തുതിച്ചാണ്. And if you believe that in the coming month, God shall answer your prayers and he shall give you a good catch, just praise God. മാത്രം ദൈവത്തെ സ്തുതിച്ച് മാത്രപ്പെടുത്താം. If you believe that ഈ മാസത്തിൽ ചില മത്സ്യം കുടുങ്ങാൻ പോകുക. in the month of October, God shall give you something, some people shall സ്തോത്രം ചെയ്താണ്. hands and praise God. വിശ്വാസത്താൽ ഏറ്റെടുത്തെങ്കിൽ നമ്മൾ അതിന്റെ കാഴ്ചകളിലെ പിന്തുടരുകയാണ്. And our forefathers accepted what God said by faith. We are following their footsteps. ഒരിക്കലും പിടികൊടുക്കാത്ത മത്സ്യം പത്രോസ് ജാലയിൽ കയറി. We know that the large fishes which are never entered, which would have never entered into Peter's net, entered into Peter's net. പരിചയമില്ലാഞ്ഞിട്ടല്ല, അനുഭവമില്ലാഞ്ഞിട്ടല്ല, വർഷങ്ങളുടെ ദൈവത്തിന്റെ കാര്യങ്ങൾ അറിയാമെന്നിട്ടല്ല, യേശു കൽപ്പിക്കുമ്പോൾ മാത്രമേ നമ്മുടെ വലയിൽ You know that Peter did not have any experience in fishing, but it was only by our Lord's command that the fish entered or came into his നമ്മുടെ net. പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവം കൽപ്പിക്കുന്ന സമയമുണ്ടാകും. This is the time when God is going to command you. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം കൽപ്പിക്കുന്ന ഒരു സമയം വെച്ചിട്ടുണ്ട്. Time to command the Lord to be ദൈവത്തിന്റെ praised. സമയം വെച്ചിട്ടില്ല. And it's time to അത് shout വഴിയുടെ നിശ്ചയം. it shall surely pass. അതിനായി കാത്തിരിക്കുക. Wait for him. അത് വൈകിയാലും അത് വരും And ദൈവത്തിന്. that time shall surely pass. പ്രാർത്ഥിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ട, മടുത്തു പോകേണ്ട. ദൈവത്തിന്റെ വാക്കിന്റെ സമയമാകുമ്പോൾ അത് ക്രമമായി മാറുമ്പോൾ We will pray, continue to pray. Don't be weary, don't be tired. At the right time, God shall fulfill it. അനുസരിച്ചത് മാത്രമല്ല, ദൈവത്തിന്റെ സ്തോത്രം അവന്റെ ഉൽപ്പന്നത്തിന് സ്വലാനുണ്ടായി. Not only Simon obeyed what God said, he had a repentance. അവന് ഒരു അനുതാപമുണ്ടായി, ഒരു അനുതാപത്തിന്റെ ഹൃദയമുണ്ടായി. And he had a repentance. നോക്കുക, ക്രൈസ്തവ സേവനത്തിന് വേണ്ടി ഒരു ആഹ്വാനമുണ്ടായി, അനുസരണത്തിന് മുന്നോട്ട് നീങ്ങി ഒരു അനുതാപമുണ്ടായി, അത് വിടുതലായി മാറി. We know that God gave a calling and Peter surrendered according to that calling, and then he received the revelation. പ്രാർത്ഥനാ വിഷയങ്ങളെ പഠിപ്പിക്കുന്നത്, പ്രാർത്ഥനാ വിഷയങ്ങളെ ഉണർപ്പിക്കുന്നത് അനുതാപത്തോടുകൂടിയുള്ള പ്രാർത്ഥനയാണ്. എത്ര പേർക്ക് നമ്മൾ വിശ്വസിക്കുന്നത്? And when you and me pray with a repenting heart, prayer shall be answered. അനുതാപത്തോടുകൂടെ നിങ്ങൾ ഒരു തുള്ളി കണ്ണീരൊഴുക്കുമ്പോൾ അന്ന് പ്രാർത്ഥിച്ചു പോകുന്ന വിഷയത്തിൽ ഒരു വിടുതലോടെ വരാൻ പോകുന്നു. And you who pray to God with a repenting heart, then you shall receive the answer to your prayers. കർത്താവേ, ഇത് ശൂന്യമാണ്, ഇത് നിറയ്ക്കണമേ എന്നുള്ള അനുഭവത്തിൽ മുന്നോട്ട് പോയപ്പോൾ നിറയപ്പെടുന്ന ഒരു അനുഭവമാണ് കാണുന്നത്. And here we see that Peter would have yearned that Lord, my boat is empty, and when he yearned for that, God filled his boat. അത് മാത്രമല്ല, അത് നിറഞ്ഞപ്പോൾ അനുതാപത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അവൻ തന്നെ തന്നെ പ്രതിഷ്ഠിക്കുക And we know that not only did he have a repentance, he also dedicated himself for Jesus. ഇന്ന് പകൽക്കാലം ദൈവജന വിടുതല തരുമ്പോൾ ദൈവസ്ഥനിൽ പ്രതിഷ്ഠിക്കുന്നവരെയാണ് ദൈവം വേണ്ടത്. And Lord is also looking for those people that when God delivers them, they would dedicate വലിയ themselves to God. സന്തോഷിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ഒരു പ്രതിഷ്ഠ ദൈവസ്ഥനിലുണ്ടാകും. And when you have a deliverance, you might be happy, but you and me should also dedicate yourself after that. പിൽക്കാലങ്ങളിൽ ദൈവം ഉപയോഗിക്കാൻ കാരണം ലഭിച്ച വിഷയത്തിൽ ഒരു പ്രതിഷ്ഠയെ തീരുമാനമുണ്ട്. And
He fell at our Lord's feet. പ്രതിഷ്ഠിക്കുന്നവരെ കണ്ട ദൈവത്തിന് ചെയ്യാൻ കഴിയും. And only those who dedicate themselves for His work. ദൈവത്തെ പ്രതിഷ്ഠിച്ചാൽ ഒരു വലിയ അനുഗ്രഹമാണ്. You dedicate yourself completely to His presence, and God shall give you that deliverance. നമ്മുടെ ആവശ്യം ദൈവത്തെ നമ്മെ തന്നെ കംപ്ലീറ്റ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പ്രതിഷ്ഠയുടെ തീരുമാനത്തിന്റെ പുറത്താണ് ദൈവം പ്രവർത്തിക്കുന്നത്. And when you surrender yourselves completely, it is based on your surrender, on your dedication and determination that God works. നിങ്ങൾ കേൾക്കാൻ ദൈവത്തിന്റെ ആ പ്രവൃത്തി വെളിപ്പെടാൻ പ്രൈസ്തലോ ദൈവത്തിന്റെ ആരാധന വെളിപ്പെടാൻ ദൈവത്തെ പ്രതിഷ്ഠിക്കുന്ന എത്ര പേര്? And how many of you are ready to dedicate yourself, to surrender yourself? ഒരിക്കലും തീരുമാനം എടുക്കാൻ പറഞ്ഞു. And once during one of year-end prayers, എല്ലാവരും തീരുമാനം എടുക്കും. people thought to have some New Year determination. ഒരാളുടെ തീരുമാനം ഇങ്ങനെയാണ്. And there was one person who had made this decision. ഈ വർഷം ഞാൻ എടുക്കുന്ന തീരുമാനം യാതൊരു തീരുമാനം എടുക്കുന്നില്ല എന്നുള്ള തീരുമാനം. He said that today this is my New Year determination. I shall not make any determination. തീരുമാനത്തിന്റെ ദൈവം പ്രവർത്തിക്കുന്നു. We know that it is on our decision, on our പ്രവർത്തിച്ചാൽ ഞാൻ ഒരു തീരുമാനത്തിൽ മുന്നോട്ട് പോകുന്നത് praise God for those people who believe that God works on my behalf. I shall dedicate myself. അല്ലെങ്കിൽ സർവേയോ സർവേയോ ഏതെല്ലാം വിശുദ്ധന്മാർ തീരുമാനങ്ങളും പ്രതിഷ്ഠയും ദൈവത്തെ അടുത്തിട്ടുണ്ടോ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. We need to the word of God, those servants of God who have dedicated themselves to in their prayer, that they have come out with a deliverance. മൂന്ന് ആവശ്യക്കാരെ ദൈവം മാനിച്ചു. We know that these three category of people, വചനങ്ങളെ തൃപ്തിയോടെ പോയി. and those who came to listen to the word of God, they were satisfied. Jesus was looking for a surface, he received a platform as well. ഭൗതിക വിഷയത്തിൽ ഇറങ്ങിത്തിരിച്ച ആവശ്യക്കാരനെ നിറഞ്ഞ വീട്ടിലേക്ക് മാറ്റിയായി. Peter was struggling for his livelihood. We know that his boat became full. ഇതുപോലെ യേശുവിനെ അടിക്കുന്നവരെ ആരെയും വെറുതെ വിടുന്ന ദൈവമല്ല. And everyone who comes to Jesus, they നമുക്ക് യേശുവിനെ നമ്മുടെ കണ്ണുകളിൽ നിറയ്ക്കാം. let us close our eyes. നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റിരിക്കാം. Let us stand in God's അവനെ presence. നമുക്ക് സമർപ്പിക്കാം. Let us surrender ourselves. ഒരു ലൈൻ പാടി ദൈവത്തെ സ്തുതിക്കാം. Let us sing a song. സമയം മുന്നോട്ട് പോയി ഒറ്റ ലൈൻ പാടാൻ Let പോകുക. us sing a song. ഞാൻ വെള്ളം കൈയിരിക്കയാ ആരുമില്ലേ നീക്കു ദോഷം ചെയ്യുക.
Can I send you home with this benedictory verse? Or actually 3 verses. Ephesians 3, verse 17. That Christ may dwell in your hearts by faith, that you, being rooted and grounded in love, may be able to comprehend with all the saints what is the breadth and length and depth and height, and to know the love of Christ, which passeth all knowledge, that you might be filled with all the fullness of God. Now unto him that is able to do exceedingly abundantly above all that we can ask or think, according to the power that works in us, unto him be the glory in the church by Christ Jesus throughout all ages, world without end. Amen. Heavenly Father, we just commit this congregation, its members, into your strong arms and loving hands. We thank you that everyone is valuable, from the oldest to the youngest. We thank you, Lord, for the fellowship that we've enjoyed this afternoon. We thank you for everything that we've heard and seen today. But Lord, you have promised more abundance. And so, Lord, we claim the more abundance for ourselves and for our families and for our fellowship. For those that are travelling tomorrow or on Tuesday, we pray that they shall be guided and guarded. Even angels shall protect them. And so, Lord, watch over your flock, the flock of your choosing. We commit them to you and place them, Lord, under the authority of your blood and your word, giving you thanks and glory in the church by Christ Jesus, world without end. Amen. And all God's people said,